Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. തിരുവചന പൊരുളുകൾ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിനോയ് പോൾ, സുധ ബിനോയ് ആൻഡ് ബേസിൽ പോൾ, കുവൈറ്റ്. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ബഥേൽ സ്റ്റേജിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഇതെല്ലാ കൃപകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ പല ഭാഗങ്ങൾ കർത്താവെ അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചവും പൊരുളും അനേകർക്ക് പകർന്നു കൊടുക്കാൻ തക്കതിരുവണ്ണം ഈ ശുശ്രൂഷ മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴയിലും ഏഴാങ്കലെ കൊണ്ട് ശുശ്രൂഷിക്കാൻ സഹായിക്കണമേ. യേശു അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ ഇതിനാൽ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണ്. പ്രിയക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ബൈബിൾ ക്രൗൺ 2020 വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ ബഥേൽ സ്റ്റേജിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മുടെ കോ കീപ്പേഴ്സായിട്ട് വന്നിരിക്കുന്നത് മിസ്സസ് രാജീവ് വർഗീസ്, ഡോക്ടർ ജിബു ജോർജ് വർഗീസ് എന്നിവരാണ്. ഇരുവരെയും ബഥേൽ സ്റ്റേജിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു പുതിയ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. ശ്രീമതി രാജീവ് വർഗീസിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ ജിബു ജോർജ് വർഗീസിനെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള മത്സരാർത്ഥികൾ ആൻസി സജി, ജിൻസി ജേവി, ശാലിനി എന്നിവരാണ്. എങ്ങനെയുണ്ട്? തയ്യാറായോ? പ്രിപ്പയർഡ്? വെൽ പ്രിപ്പയർഡ്? ആൻസി കുറച്ച് പറ. പ്രിപ്പയർഡാണ്. ജിൻസിയോ തയ്യാറാണ്? ശാലിനി കുറച്ചൊക്കെ സമയമില്ലായിരുന്നു അല്ലേ? റൈറ്റ്. മുൻ സ്റ്റേജുകളെ അപേക്ഷിച്ച് നാം ഈ സ്റ്റേജിൽ 12 പുതിയ റൗണ്ട്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ ഫോക്കസ് റൗണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ബൈബിൾ ഹിസ്റ്ററി റൗണ്ടുണ്ട്. ബൈബിളിൻ്റെ ചരിത്രം, അതിൻ്റെ ഏടുകൾ പരിശോധിക്കുവാനുള്ള ബൈബിൾ ഹിസ്റ്ററി റൗണ്ട്. ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട് ഉണ്ടാവും, ക്രൈസ്തവ ചരിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. കൂടാതെ അവസാനമായിട്ട് ക്രിസ്ത്യൻ സോങ് റൗണ്ട് അല്ലെങ്കിൽ പ്രൈസ് റൗണ്ട് എന്ന് പറയും. ക്രൈസ്തവ ഗാനങ്ങളുടേതായിട്ടുള്ള ട്യൂണുകൾ ഇവിടെ പ്ലേ ചെയ്യും. ആ ഗാനം ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ പശ്ചാത്തലം, ആരാണ് അതിൻ്റെ രചയിതാവ്, എഴുതിയ പശ്ചാത്തലം എന്നിവ നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് പ്രൈസ് റൗണ്ട് അഥവാ ക്രിസ്ത്യൻ മ്യൂസിക് റൗണ്ടിൻ്റെ പ്രത്യേകത. ഈ 4 റൗണ്ടുകളാണ് നമുക്ക് ഈ എപ്പിസോഡിലുള്ളത്. മാർക്കുകളെല്ലാം പഴയതുപോലെ തന്നെ. ശരിയായ മറുപടിക്ക് കൃത്യമായ മൂല്യം ഉള്ള മാർക്ക് ലഭിക്കും, കൃത്യമായ മാർക്ക്. തെറ്റിയാൽ -1, ക്ലൂ ലഭിച്ചാൽ പിന്നെയും -1 മാർക്കാണ് ലഭിക്കുന്നത്. ആരെ ക്ലിയർ? എന്തെങ്കിലും സംശയമുണ്ടോ? ആൻസി, ജിൻസി, ശാലിനിക്കില്ല. സ്കോർ കീപ്പേഴ്സ്, ആർ യു റെഡി? So here we go for the first round, Bible focus round. ആരാണ് ആദ്യമായി മറുപടി പറയുവാൻ ആഗ്രഹിക്കുന്നത്? ആരാണ്? ആൻസിയാണോ ശാലിനിയാണോ? Somebody has to start.
ശാലിനിയാണ്. വെരി ഗുഡ്. ആദ്യത്തെ ചോദ്യം ബൈബിൾ ഫോക്കസ് റൗണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ശാലിനി. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രശസ്തനായ ഗുരുനാഥന്റെ പേരെന്താണ്? അദ്ദേഹം ആരുടെ പാദപീഠത്തിലിരുന്നാണ് പഠിച്ചത്? അതാണ് ഗുരുനാഥൻ. ഗമാലിയൽ. ഉത്തരം വളരെ ശരിയാണ്. ക്ലൂവിന് ഞാൻ 1 മാർക്ക് കുറയ്ക്കേണ്ടതാണ്, എങ്കിലും കുറയ്ക്കുന്നില്ല. ശാലിനി ഗെറ്റ്സ് 5 മാർക്സ്. റൈറ്റ്. നെക്സ്റ്റ് ഈസ് ആൻസി സജി. നിങ്ങൾ എന്നെ കൊള്ളയടിച്ചിരിക്കുന്നു എന്ന് ദൈവം ഏത് പ്രവാചകനിലൂടെയാണ് അരുളി ചെയ്യുന്നത്? മലാക്കി പ്രവചനത്തിലൂടെയാണ് അരുളി ചെയ്യുന്നത്. ഉത്തരം വളരെ ശരിയാണ്. ആൻസി സജി ഗെറ്റ്സ് 5 മാർക്സ്. നെക്സ്റ്റ് ഈസ് ജിൻസി. ആർ യു റെഡി? ഗുഡ്. ആരാണ് ദാനിയേലിന് ബെൽത്ശസ്സർ എന്ന പേരിട്ടത്? നെബൂഖദ്നേസർ രാജാവ്. -1 മാർക്ക് ഫോർ ജിൻസി. ജെവി, ശാലിനിക്ക് മറുപടി ഉണ്ടോ? ദാനിയേലിന് ബെൽത്ശസ്സർ എന്ന പേരിട്ടത് ആരാണ്? മേൽസർ. -1 മാർക്ക്. ദാരിയാവേശ് രാജാവ്. അല്ല, ഷണ്ണാധിപനാണ്. എബ്രായ ബാലന്മാരെ ഏൽപ്പിച്ച ഷണ്ണാധിപനെയാണ്. സോ 3 പേർക്കും -1 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ജിൻസി ജെവി -1 മാർക്ക്, ശാലിനി -1 മാർക്ക്, ആൻസി സജി -1 മാർക്ക്. അദ്ദേഹത്തിൻ്റെ പേര് അശ്പനാസ് എന്നാണ്. താങ്കൾ പറഞ്ഞ പേരല്ല, അയാളൊരു ഷണ്ണനായിരുന്നു. അശ്പനാസ്, അതായത് ഷണ്ണാധിപന്മാരുടെ തലവനാണ് അദ്ദേഹം. ഷണ്ണാധിപനാണ്. ഓൾറൈറ്റ്. അടുത്ത ചോദ്യം ശാലിനിയോടാണ്. യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കുന്ന സുവിശേഷം ഏതാണ്? ആൻസി. ജിൻസി. യോഹന്നാൻ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 മാർക്സ്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിളിക്കുന്നത്. 4 മാർക്സ് ഫോർ ജിൻസി ജെവി ബിക്കോസ് എ സെക്കൻഡറി ആൻസർ. റൈറ്റ്. അടുത്ത ചോദ്യം ആൻസിയോടാണ്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെ ഈ 2 പേരായിട്ട് അയച്ചു. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിച്ച് രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. എന്ത് രീതിയിലാണ് അവർ രോഗികളെ സൗഖ്യമാക്കിയതെന്ന് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തുന്നത്? ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം കൊടുത്തയച്ചു. അവർ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. പക്ഷേ രോഗികളെ സൗഖ്യമാക്കുന്നതിന് അവരൊരു പ്രത്യേക രീതി ഉപയോഗിച്ചു. തൈലാഭിഷേകം, എണ്ണ തേച്ച്. ഓക്കെ. റൈറ്റ് ആൻസർ. 5 മാർക്സ് ഫോർ ആൻസി സജി. തൈലാഭിഷേകം പിണ്ടതൈലമാണോ ചോദ്യം? എണ്ണ തേച്ച്. ഓൾറൈറ്റ്. എനിവേ ഐ എം നോട്ട് റെഡ്യൂസിംഗ് ദ മാർക്ക്. 5 മാർക്സ് ഫോർ ആൻസി സജി. നെക്സ്റ്റ് ഈസ് ഫോർ ജിൻസി. റൈറ്റ്. മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ ഉടച്ചു കളഞ്ഞതാരാണ്? ഹിസ്കിയ രാജാവ്. 5 മാർക്സ് ഫോർ ജിൻസി ജെവി. That brings us to the end of the Bible focus round. Yeah, will you please give me the scorecard? We have Ansi Saji with 9 marks. Ansi Saji gets 9 marks. Jinsi JV with 8 marks. Jinsi JV തൊട്ടു പുറകെ ഉണ്ട് 8 marks. Shalini with 4 marks. Shalini with 4 marks. Right? Bible Count 2020. ഏതാണ്ട് 3.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അത്യുന്നതനായ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച നിമിഷം മുതൽ ബലഹീനനായ ഞാൻ നയിക്കുന്ന സൗഖ്യദായക ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. വേദനകളെ ഉടനടി സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ എൻ്റെ അനുഭവമായതുകൊണ്ട് വേദനകളെ ഞാൻ ഗൗരവമായി കണ്ടിരുന്നില്ല. ഏതാണ്ട് 50 ദിനരാത്രങ്ങൾ
അതിവേദനയിലൂടെയുള്ള എൻ്റെ പ്രയാണം, വേദനയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ പൊളിച്ചെഴുതി. നാട്ടിൽ വെച്ച് ആരംഭിച്ച വേദനയുമായി ഞാൻ ന്യൂയോർക്കിലെത്തി. എൻ്റെ യാത്രയുടെ പ്രഥമമായ ലക്ഷ്യം ലക്ഷോപലക്ഷങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ബൈബിൾ പരിഭാഷ പൂർത്തീകരിക്കുക എന്നതായിരുന്നു. എന്നാൽ ഒരു വാക്യം പോലും പരിഭാഷപ്പെടുത്തുവാൻ കഴിയാതെ എൻ്റെ വേദന അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ആത്മീയ സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ പ്രതിയോഗി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ആരംഭിച്ച ബൈബിൾ പരിഭാഷ ഉപേക്ഷിക്കാമെങ്കിൽ വേദനയ്ക്ക് വിടുതൽ തരാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. എന്തെന്നാൽ വചനം അവനെ വെട്ടുന്ന വാളാണ്. ഈ പരിഭാഷ അനേകായിരങ്ങളെ അവനിൽ നിന്നും അകറ്റും, രക്ഷിക്കും. ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ള 11 പരിഭാഷകളിൽ എന്നെ ജയോത്സവമായി നടത്തിയ ദൈവം നിന്നെ തകർത്ത് എനിക്ക് വിജയം നൽകുമെന്ന് ഞാൻ പ്രതിയോഗിക്ക് മറുപടി നൽകി. എൻ്റെ അതിവേദന മരണവേദനയായി മാറിക്കൊണ്ടിരുന്നു. എൻ്റെ കിടക്കയിൽ രാപ്പകൽ ഞാൻ ദൈവത്തോട് അക്ഷരാർത്ഥത്തിൽ തന്നെ നിലവിളിച്ചുകൊണ്ടിരുന്നു. രോഗത്തെക്കുറിച്ച് യാതൊന്നും കണ്ടുപിടിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഉടനടി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. കേരളത്തിലെ പൗരാണികവും അതിപ്രശസ്തവുമായ ആയുർവേദ ആശുപത്രിയിലെത്തി. എൻ്റെ ആത്മീയ യാത്രയുടെ അർദ്ധരാത്രികളിൽ 2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് എന്നെ മാറോടണച്ച് രക്ഷിച്ച എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യത്തിനും സാമീപ്യത്തിനുമായി ആ ആശുപത്രിയുടെ ഉൾമുറിയിൽ കിടന്ന് ഞാൻ നിലവിളിച്ചു. 4-ാം രാത്രിയുടെ 4-ാം യാമത്തിൽ എൻ്റെ യേശു എൻ്റെ അടുത്ത് വന്നു. ആ മുറിഞ്ഞകരം എൻ്റെ വേദനയുള്ള ഭാഗത്ത് സ്പർശിച്ചു. 50 ദിനരാത്രങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന മരണവേദനയിൽ നിന്ന് യേശു എന്നെ രക്ഷിച്ചു, എന്നെ സൗഖ്യമാക്കി. 50 ദിനരാത്രങ്ങൾ മരണവേദനയിൽ കൂടി കടന്നുപോയ എന്നെ സൗഖ്യമാക്കിയ യേശുവിൻ്റെ കരുണയും കരുതലും സ്നേഹവും വർണ്ണിക്കുവാൻ ഒരു ഗാനത്തിലൂടെ കഴിയുകയില്ലായിരുന്നു. എന്നെ തകർത്ത് ദൈവവചനത്തെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച പ്രതിയോഗിയെ തകർത്ത് ജയം നൽകിയതും ഒരു ഗാനത്തിലൂടെ വർണ്ണിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ആത്മീയ അനുഭവങ്ങളുടെ കയ്യൊപ്പോട് കൂടിയ ഈ ഗാനസമാഹാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. സൗഖ്യനായകൻ, ജീവനായകൻ, യേശുനായകൻ, എൻ രക്ഷനായകൻ. സൗഖ്യനായകൻ, ജീവനായകൻ, യേശുനായകൻ, എൻ രക്ഷനായകൻ. രാപ്പകൽ എന്നെ നടത്തിടുന്നവൻ, ഇമ്മാനുവേലൻ പരമനായകൻ. രാപ്പകൽ എന്നെ നടത്തിടുന്നവൻ, ഇമ്മാനുവേലൻ പരമനായകൻ. പകലിലെൻ ഏറിയ വേദനയിൽ, രാവിലെൻ യാതനയിൻ യാമങ്ങളിൽ. പകലിലെൻ ഏറിയ വേദനയിൽ, രാവിലെൻ യാതനയിൻ യാമങ്ങളിൽ. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ, ചാരെ വന്നേശു എന്നെ ആശ്വസിപ്പിച്ചു. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ, ചാരെ വന്നേശു എന്നെ ആശ്വസിപ്പിച്ചു. അതിവേദനയോട് തീച്ചുളി തന്നെ മാറോടണച്ച് സൗഖ്യമാക്കിയ യേശുവിന്റെ സ്നേഹാർദ്രമായ സ്പർശനം വർണ്ണിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ഹൃദയസ്പർശിയായ അനുഭവഗീതങ്ങൾ. യേശുനായകൻ, എൻ രക്ഷനായകൻ. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ, തന്നെ തകർക്കുവാനായി പ്രതിയോഗിയെ തകർത്ത യഹോവയാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങളുടെ സ്തുതിഗീതങ്ങൾ. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ കയ്യൊപ്പോടുകൂടി സിഗ്നേച്ചർ എഡിഷൻ CD. എൻ രക്ഷനായകൻ. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. കൂടുതൽ വിവരങ്ങൾക്ക് ബ്രൈറ്റ് ടുവേർഡ് സെന്റർ, പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. Bible Count 2020. നെക്സ്റ്റ് വി ഗോ ടു ദ ബൈബിൾ ഹിസ്റ്ററി റൗണ്ട്. തിരുവചന ചരിത്ര റൗണ്ടാണ്. ബൈബിൾ ഹിസ്റ്ററി റൗണ്ട്. സോ ദിസ് ടൈം ആൻസി വിൽ ഹാവ് ടു സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം ആൻസർഡ് ആണ്. പെശീത്ത ബൈബിൾ ഏത് ഭാഷയിലുള്ള ബൈബിളാണ്? പെശീത്ത ബൈബിൾ. പാസ്. ജിൻസി. സിറിയൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത മൂലഭാഷ ഏതാണോ ചോദ്യം? സിറിയൻ. സുറിയാനി. സിറിയാനി ഭാഷ എന്തോ?
സുറിയാനിയും സിറിയൻ ഭാഷയും രണ്ടാണ്. സിറിയൻ ഭാഷയല്ല, സുറിയാനി ഭാഷ. ഓൾറൈറ്റ്. സിറിയൻ ഭാഷ വേറെ പല ഭാഷകളാണ്. കാണൂ, ഭാരതത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞ ഏത് ഭാഷ? ഔദ്യോഗികമായൊരു ഭാഷയുണ്ട്. ഭാരതീയ ഭാഷ എന്ന് പറഞ്ഞാൽ മതിയോ? സോ സുറിയാനി ഭാഷ, സുറിയാനി ബൈബിളാണ്. സിറിയൻ ഭാഷ എന്നൊരു പരിഭാഷ, ഒരു സംജ്ഞയില്ല. റൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണല്ലോ, 4 മാർക്സ് ആണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ജിൻസിയോട് തന്നെയാണ്. കിങ് ജെയിംസ് വേർഷന് എങ്ങനെയാണ് ആ പേര് ലഭിച്ചത്? കിങ് ജെയിംസ് എന്ന് പറഞ്ഞ രാജാവ്. കിങ് ജെയിംസ് എന്ന് പറഞ്ഞ രാജാവ് പറയൂ. ശരിയാണ്, ഉത്തരം ശരിയാണ്. പറയൂ, ഉള്ളി ഒരു കംപ്ലീറ്റ്. രാജാവിന്റെ പേരിലാണ് അദ്ദേഹമാണ് അത് അനുസരിച്ച്. പക്ഷേ കിങ് ജെയിംസ് എന്ന് പറയുമ്പോൾ 1-മനോ 2-മനാണോ 10-മനാണോ 15-മനാണോ? അതാണ് എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. തീർച്ചയായിട്ടും കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുമ്പോൾ കിങ് ജെയിംസ് എന്ന പേര് തന്നെ ഉണ്ട്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമുക്ക് അറിയേണ്ടത് ഹൂ ഈസ് ദാറ്റ് സ്പെസിഫിക് പേഴ്സൺ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇല്ല, വലിയ കിങ് ജെയിംസ് എന്ന് പറയുന്ന ഒരു മറുപടിയായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം കിങ് ജെയിംസ് വേർഷൻ്റെ അർത്ഥം തന്നെ കിങ് ജെയിംസിൻ്റെ പരിഭാഷ എന്നാണ്. റൈറ്റ്. സോ ശാലിനിക്ക് അറിയാം? ഇല്ല. ആൻസി, കിങ് ജെയിംസ് ഫസ്റ്റ് എന്നാണ്. അതുകൊണ്ട് മൈനസ് മാർക്കില്ല, നോ മൈനസ് മാർക്ക്. കിങ് ജെയിംസ് എന്ന് വളരെ വിദഗ്ധമായിട്ട് പേരിൽ തന്നെ പിടിച്ചെടുത്തു. റൈറ്റ്. അടുത്ത ചോദ്യം ശാലിനിയോടാണ്. വിശുദ്ധ ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആരാണ്? മാർട്ടിൻ ലൂതർ. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ശാലിനി. അടുത്ത ചോദ്യം ആൻസി സജിയോടാണ്. ഇംഗ്ലീഷിൽ പുതിയ നിയമം പ്രസിദ്ധീകരിച്ചതുകൊണ്ട് 500 ദിവസം തടവിലാക്കിയ ശേഷം ചുട്ടുകരിക്കപ്പെട്ട ബൈബിൾ പരിഭാഷയുടെ പേരെന്താണ്? ഇംഗ്ലണ്ടിൽ അന്ന് ഇംഗ്ലീഷിൽ ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നത് കുറ്റകരമായിരുന്നു. യെസ് ജിൻസി. വില്യം ടിൻഡെയിൽ. വില്യം ടിൻഡെയിൽ. ഉത്തരം ശരിയാണ്. 4 മാർക്കാണ്. അടുത്ത ചോദ്യം ജിൻസിയോട് തന്നെയാണ് അല്ലേ? എന്താണ് ചെയിൻഡ് ബൈബിൾ? ചെയിൻഡ് ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? ശാലിനി, ആൻസി? ഇല്ല. ഇംഗ്ലണ്ടിൽ 1539 പ്രസിദ്ധീകരിച്ച ബൈബിളാണ്. അന്ന് ബൈബിളുകൾ സുലഭമല്ല. പ്രിൻറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചുവെങ്കിലും അച്ചടിയന്ത്രം കണ്ടുപിടിച്ചുവെങ്കിലും എല്ലാവർക്കും വായിക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് 11 ഇഞ്ച് ഉയരവും 16.5 ഇഞ്ച് ഉയരവും 11 ഇഞ്ച് വീതിയുമുള്ള ബൈബിളുകൾ ദേവാലയങ്ങളിലെ പുൾപിറ്റുകളിൽ ചങ്ങലയായിട്ട് അവിടെ ബന്ധിച്ചിരുന്നു. അപ്പോൾ ആളുകൾക്ക് വന്ന് അത് വായിക്കാനായിട്ട് കഴിയും, എല്ലാവർക്കും വായിക്കുവാനായിട്ട് കഴിയും. ചങ്ങലയായിട്ട് ബന്ധിച്ചതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇതെടുത്തുകൊണ്ട് പൊക്കളയും. അപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദേവാലയത്തിൽ വന്ന് പുൾപിറ്റിൻ്റെ അവിടെ നിന്ന് ഈ ബൈബിൾ വായിച്ചിട്ട് പോകാം. ആ ബൈബിളിനെയാണ് ചെയിൻഡ് ബൈബിൾ എന്ന് വിളിക്കുന്നത്. റൈറ്റ്. അടുത്ത ചോദ്യം ആരോടാണ്? ശാലിനിയോടാണ്. വിശുദ്ധ ബൈബിളിൻ്റെ മൂലഭാഷകൾ എന്തെല്ലാം? എബ്രായ, അരാമ്യ, ഗ്രീക്ക്. ശരിയായ മറുപടിയാണ്. 5 മാർക്സ് ഫോർ ശാലിനി. റൈറ്റ്. ദാറ്റ് ബ്രിങ്സ് us to the close of the Bible history round. ബൈബിൾ ഹിസ്റ്ററി റൗണ്ട് ഇവിടെ സമാപിക്കുന്നു. പ്ലീസ് ഗിവ് ദ മാർക്സ് കാർഡ്. ആൻസി സജി നിൽ. ആൻസി സജിക്ക് നിൽ മാർക്സ് ആണ്. ജിൻസി ജെവി 8 marks. ജിൻസി ജെവി gets 8 marks. ശാലിനി 10. ശാലിനി gets 10 marks. Right? Bible Crown 2020. ലോക ജനതയ്ക്കായി ദൈവഹിതത്താൽ അവതരിച്ച വേദപുസ്തകം എന്ന് 10-ലേറെ പരിഭാഷകളിൽ മലയാളത്തിൽ ലഭ്യമാണ്. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തവും ജനപ്രിയവുമാകുന്നു ഭാഷാലാളിത്യം കൊണ്ടും സുതാര്യവും മനോഹരവുമായ ആഖ്യാന ശൈലി കൊണ്ടും ലോക മലയാളി വിശ്വാസ സമൂഹത്തിനാകെ അനുഗ്രഹമായ വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ.
വേദപുസ്തക വായന ലളിതവും ആസ്വാദ്യകരവും ജ്ഞാനദായകവും അനുഗ്രഹപ്രദവുമാകാൻ മലയാളി വിശ്വാസ സമൂഹത്തിനായി ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പ്രാർത്ഥനാപൂർവ്വം സമ്മാനിക്കുന്നു വിശുദ്ധ സത്യവേദ പുസ്തകം ആധുനിക മലയാള പരിഭാഷ. തിരുവചനത്തിലെ ഏതൊരു വിഷയവും സന്ദർഭവും അനായാസം കണ്ടെത്താൻ സഹായകമാകുന്ന ഉപശീർഷക സൂചിക. തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും സർവോപരി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സഹായകരമായ ഹ്രസ്വമായ വിശകലനങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മീയ ദർശനം. വിശുദ്ധ ബൈബിളിൽ അന്തർലീനമായ തിരുവചന പൊരുളുകളുടെ അനുഗ്രഹങ്ങളിലേക്ക് വഴിതെളിക്കുന്ന വിജ്ഞാനവേദി. അനേക അധ്യായങ്ങളായും പുസ്തകങ്ങളായും ചിതറിക്കിടക്കുന്ന തിരുവചന മർമ്മങ്ങൾ അനായാസം വായനക്കാരന്റെ കൺമുന്നിൽ എത്തിക്കുന്ന ഒറ്റനോട്ടത്തിൽ. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിശ്വാസവീരന്മാരുടെയും സുപ്രധാന സംഭവങ്ങളുടെയും താരതമ്യ പഠനങ്ങൾ. തിരുവചനത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത ചരിത്ര സത്യങ്ങളാണെന്ന് വിളംബരം ചെയ്യുന്ന ബഹുവർണ്ണ ചിത്രങ്ങൾ. യേശുക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ സമാന്തര സുവിശേഷ സൂചിക. യേശുക്രിസ്തു അരുളി ചെയ്ത ഉപമകളുടെ സമാന്തര സുവിശേഷ സൂചിക. ഈ സവിശേഷതകൾക്കൊപ്പം വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ഓരോ പുസ്തകത്തെക്കുറിച്ചുമുള്ള സമ്പൂർണമായ അറിവുകൾ പകർന്നു നൽകുന്ന സ്ഥിതിവിവര കണക്കുകൾ വിശ്വാസികൾക്കും ബൈബിൾ ചരിത്രകാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്നു. ഓരോ പുസ്തകത്തിന്റെയും ആരംഭത്തിൽ തന്നെ ആ പുസ്തകത്തിന്റെ രചയിതാവ്, അധ്യായങ്ങളുടെയും വാക്യങ്ങളുടെയും എണ്ണം, എഴുതിയ കാലഘട്ടം തുടങ്ങിയ ഒട്ടനവധി അറിവുകൾ വിശുദ്ധ സത്യവേദ പുസ്തകം വായനക്കാർക്കായി കരുതി വച്ചിരിക്കുന്നു. മറ്റു മലയാള ബൈബിൾ പരിഭാഷകളിലൊന്നും കാണുവാൻ സാധിക്കാത്ത അനേകം സവിശേഷതകളോടെ തിരുവചന വായന ഒരു അനിർവചനീയമായ അനുഭവമാകാൻ ലോകവിശ്വാസി സമൂഹത്തിനായി ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പ്രാർത്ഥനാപൂർവ്വം സമ്മാനിക്കുന്നു വിശുദ്ധ സത്യവേദ പുസ്തകം ആധുനിക മലയാള പരിഭാഷ. വായനക്കാരന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വർത്തമാന ഭാഷയിലെ ആഖ്യാന ശൈലി കൊണ്ട് ആധുനിക മലയാള ഭാഷയ്ക്ക് അനുഗ്രഹമായ വിശുദ്ധ സത്യവേദ പുസ്തകം സ്വന്തമാക്കുവാൻ ബന്ധപ്പെടുക. വേർഡ് വേൾഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം 695615. ഫോൺ 9495998555. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് അനുഗ്രഹമാകാൻ വിശുദ്ധ സത്യവേദ പുസ്തകം ആധുനിക മലയാള പരിഭാഷ. Bible Crown 2020. അടുത്ത റൗണ്ട് ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ടാണ്, ക്രൈസ്തവ ചരിത്ര റൗണ്ട്. ആരാണ് ഇപ്രാവശ്യം ആരംഭിക്കേണ്ടത്? ജിൻസിയാണ്. ഇവർ രണ്ടുപേരുടെ വീഴം കഴിഞ്ഞു. ആരെ റെഡി? സന്തോഷമാണല്ലോ, എന്നാൽ മാർക്ക് വാങ്ങിക്കൊള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുഷ്ഠരോഗികളുടെ അപ്പോസ്തലനായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഫാദർ ഡാമിയൽ. 5 മാർക്സ്. ഞാൻ പറഞ്ഞില്ലേ 5 മാർക്സ് ഓൾറെഡി പോക്കറ്റിലാണ്. റൈറ്റ്. ശാലിനി, ഏത് ദ്വീപിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്? അറിഞ്ഞൂടാ. ആൻസി? അറിഞ്ഞൂടാ. ജിൻസി? മെറീന ബീച്ചിലും. പിന്നെ പറയാ. മൊളോക്കോയ് ദ്വീപിൽ. ഓക്കെ, മറ്റേത് പറഞ്ഞപ്പോൾ അതുകൂടെ പഠിക്കുക. ഇവിടെ അദ്ദേഹം പ്രവർത്തിച്ചത് കുഷ്ഠരോഗികളെ കൊണ്ട് പാർപ്പിച്ചിരുന്ന ദ്വീപാണ്. റൈറ്റ്. നൗ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ആൻസി സജി. അദ്ദേഹം എത്ര കൊല്ലം പ്രവർത്തിച്ചു? എങ്ങനെയാണ് മരിച്ചത്? കുഷ്ഠരോഗത്താലാണ് മരിച്ചത്. കുഷ്ഠരോഗത്താലാണ് മരിച്ചത്. ഉത്തരം വളരെ ശരിയാണ്. കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായും കുഷ്ഠരോഗം വരാനുള്ള സർവ്വസാധ്യതയുണ്ട്. വളരെ ടെക്നിക്കലായിട്ടൊരു മറുപടിയാണ് ആൻസർ തന്നിരിക്കുന്നത്. പക്ഷേ എത്ര കൊല്ലമാണ് അദ്ദേഹം അവരുടെ ഇടയിൽ പ്രവർത്തിച്ചത്? അറിയത്തില്ല. ഗുഡ്. ഷീ ഗെറ്റ്സ് ഹാഫ് ദ ക്വസ്റ്റ്യൻ റൈറ്റ്. കുഷ്ഠരോഗിയായിട്ടാണ് അദ്ദേഹം മരിച്ചത്. സോ ഷീ ഗെറ്റ്സ് 2 മാർക്സ് ഫോർ ദാറ്റ്. നൗ അദ്ദേഹം എത്ര കൊല്ലം പ്രവർത്തിച്ചു എന്ന് ജിൻസിക്ക് പറയാൻ പറ്റുമോ? ശാലിക്ക് പറയാൻ പറ്റുന്നത് 16 കൊല്ലം പ്രവർത്തിച്ചു.
അവസാനം അദ്ദേഹം കുഷ്ഠരോഗിയായി. അവിടെ അദ്ദേഹം മരിച്ചു. അങ്ങനെയാണ് കുഷ്ഠരോഗികളുടെ അപ്പോസ്തലനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നത്. റൈറ്റ്. അടുത്ത ജിൻസിയാണ്. 5 മാർക്ക് വാങ്ങാൻ തയ്യാറായിക്കോളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. യെസ്. കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് അടിത്തറയായിട്ട് പ്രചാരണം നടത്തിയ വിദേശി ആരാണ്? കുക്കു സാഹിബ്. കുക്കു സാഹിബാണ്. കുക്കു സാഹിബ്. ശാലിക്ക് അറിയാമോ? അറിഞ്ഞൂടാ? അറിയത്തില്ല. റോബർട്ട് കുക്ക്. റോബർട്ട് കുക്ക്. അതിന് കുക്കു എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നു. റോബർട്ട് കുക്ക്. കുക്കു എന്നാ പറഞ്ഞത് അല്ലേ? കുക്കു അല്ല, കുക്ക്. കുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. റോബർട്ട് കുക്ക്. റൈറ്റ്. 5 മാർക്സ് ഫോർ ജിൻസി. ശാലി, മസനപ്സ എന്നാൽ എന്താണ്? റൈറ്റ്. ശാലിനി പാസ്. ആൻസിക്ക് അറിയാമോ? ആൻസി ഏത് സമയപ്പെടുന്ന ആളാണ്? മാർത്തോമാ സഭയിലാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ടെൽ മീ വാട്ട് ഈസ് മസനപ്സ? പാസ്. ജിൻസിക്ക് അറിയാമോ? സുറിയാനി സഭകളുടെ ആ, സന്യാസിമാർ ധരിക്കുന്ന ശിരോവസ്ത്രമാണ്. അതെ. അതും അറിഞ്ഞൂടെ? നിങ്ങളുടെ തിരുമേനിമാരൊക്കെ തലയിലിടുന്നതല്ലേ മസനപ്സ? എന്താ പറയാൻ? റൈറ്റ്. സുറിയാനി പാരമ്പര്യമുള്ള സഭകളിലെ സന്യാസിമാർ അണിയുന്ന ശിരോവസ്ത്രമാണ് മസനപ്സ. സോ ജിൻസി ഗെറ്റ്സ് 4 മാർക്സ്. റൈറ്റ്. അടുത്ത ചോദ്യം ആരുടേതാണ്? ആൻസിയുടേതാണ്. ഫ്രാൻസിലെ ലൂഡ്സ് എന്ന ആഗോള തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രാധാന്യം എന്താണ്? പാസ്. 14 വയസ്സുള്ള ഒരു ബാലികയ്ക്ക് അവിടെ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ഏത് വർഷമാണ്? വർഷം റൈറ്റ്. 4 മാർക്കാണ് ജിൻസിക്കുള്ളത്. അതോടുകൂടി ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട് അവസാനിക്കുന്നു. വിൽ യു പ്ലീസ് ഗീവ് മീ ദ സ്കോർ കാർഡ്? Score for the third round, Yes. Christian history round. Ansi Saji 2 marks. Ansi Saji gets 2 marks. Jinsi JV gets 18 marks. Jinsi Saji gets 18 marks. And Shalini has not opened her account for this round. Yes, Shalini is yet to open the account in this round. Right. Bible Crown 2020. വേർഡ് മെലഡി വേൾഡ് സമർപ്പിക്കുന്നു ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന മലയാളക്കരയിലെ സുപ്രസിദ്ധ ഗായകർ ആലപിച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. യഹോവയെ നാം വരവേൽക്കാം. മധു ബാലകൃഷ്ണന്റെ ആലാപന മാധുര്യത്തിൽ ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. പൂർവപിതാക്കന്മാർ പ്രവാചക വീരന്മാർ, പൂർവപിതാക്കന്മാർ പ്രവാചക വീരന്മാർ, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം. അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം. വിധു പ്രതാപിന്റെ വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് ഹൃദയസ്പർശിയായ ഗാനം. പ്രാർത്ഥിച്ചുപവസിച്ചനുതപിച്ചു ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. പ്രാർത്ഥിച്ചുപവസിച്ചനുതപിച്ചു ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. കഴുകിയൻ പാപങ്ങൾ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നെ. യേശുവിന്റെ സ്നേഹത്താൽ കഴുകിയൻ പാപങ്ങൾ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നെ. യേശുവിന്റെ സ്നേഹത്താൽ പരിശുദ്ധാത്മാവാൽ നിറച്ചെന്നെ ദൈവം.
പരിശുദ്ധനായവൻ എന്നിൽ വസിച്ചു. പരിശുദ്ധാത്മാവാൽ നിറച്ചെന്നെ ദൈവം, പരിശുദ്ധനായവൻ എന്നിൽ വസിച്ചു. ആത്മസന്തോഷത്താൽ എന്നുള്ളം കവിഞ്ഞു, ആത്മനാഥൻ എന്റെ സാക്ഷ്യമായി തീർന്നു. ആത്മസന്തോഷത്താൽ എന്നുള്ളം കവിഞ്ഞു, ആത്മനാഥൻ എന്റെ സാക്ഷ്യമായി തീർന്നു. യഹോവ നിന്നെ കൈവിടുകയില്ല, പുത്രനാം യേശു നിൻ കൂടെയുണ്ട് എന്ന ഗാനം കൂടുതൽ അർത്ഥവത്താകുന്നു KG മാർക്കോസിന്റെ ശബ്ദത്തിൽ. ബലപ്പെടുക, ധൈര്യപ്പെടുക, ദൈവത്തിൻ പൈതലേ നീ ശക്തി ധരിക്ക. ബലപ്പെടുക, ധൈര്യപ്പെടുക, ദൈവത്തിൻ പൈതലേ നീ ശക്തി ധരിക്ക. ശക്തി ധരിക്ക, നീ ശക്തി ധരിക്ക, പരിശുദ്ധാത്മാവിൻ ശക്തി ധരിക്ക. ശക്തി ധരിക്ക, നീ ശക്തി ധരിക്ക, പരിശുദ്ധാത്മാവിൻ ശക്തി ധരിക്ക. യഹോവ നിന്നെ കൈവെടിയില്ല, പുത്രനാമേശു നിൻ കൂടെയുണ്ട്. യഹോവ നിന്നെ കൈവെടിയില്ല, പുത്രനാമേശു നിൻ കൂടെയുണ്ട്. M ഖാലിദിന്റെ ശബ്ദത്തിൽ ഏറെ ശ്രദ്ധേയമായ ഗാനം ജയം പാടാം നാം, ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. സാത്താനെ ഛേദിക്കുന്ന, ലഗിയോനെ പിളർക്കുന്ന യഹോവയിൻ വാളിനാൽ നാം ജയം പാടാം. സാത്താനെ ഛേദിക്കുന്ന, ലഗിയോനെ പിളർക്കുന്ന യഹോവയിൻ വാളിനാൽ നാം ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. വിജയ് യേശുദാസ്, കെസ്റ്റർ, ഗായത്രി, സിത്താര, ഇമ്മാനുവേൽ തുടങ്ങിയവർ ആലപിച്ച മനോഹരങ്ങളായ ഗാനങ്ങൾ യഹോവയെ നാം വരവേൽക്കാം. ഓർക്കസ്ട്രേഷൻ ആൻഡ് മിക്സിംഗ് ആർ നോബിൾ, സ്റ്റുഡിയോ PH7, തിരുവനന്തപുരം. കേരളത്തിലെ എല്ലാ പ്രമുഖ ക്രൈസ്തവ പുസ്തകശാലകളിലും ലഭ്യമാണ്. കൂടാതെ വേർഡ് വേർഡ് സെന്റർ പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. Bible Crown 2020. അടുത്തത് ക്രിസ്ത്യൻ മ്യൂസിക് റൗണ്ടാണ്. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് തിരഞ്ഞെടുക്കുക. ആ നമ്പർ അവിടെ പറയുമ്പോൾ അവർ ആ മ്യൂസിക് പ്ലേ ചെയ്യും. എന്നിട്ട് ആ പാട്ട് ഏതാണെന്ന് നിങ്ങൾ ആ മ്യൂസിക് പ്ലേ ചെയ്ത ശേഷം നിങ്ങൾ പാടണം. എന്നിട്ട് ആ പാട്ടിൻ്റേതായിട്ടുള്ള ചരിത്രം, ആരാണ് എഴുതിയത്, നിങ്ങൾക്കറിയാവുന്ന ആരാണ് എഴുതിയത്, ഏത് സാഹചര്യത്തിൽ എഴുതിയതെന്ന് പറയണം. അപ്പോൾ ഓരോരുത്തരായിട്ട് മുൻപോട്ട് വന്ന് നിങ്ങളുടേതായിട്ടുള്ള ഈ കാർഡ്സ് ഇവിടെ എടുക്കാം. പ്ലീസ് കം, പ്ലീസ് കം. So the first song, Nancy, number 8. Will you please play number 8?
യെസ്, പാടുക. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ. ഗുഡ്. ജിൻസിക്ക് പാട്ട് അറിയാമോ? അറിയാം. ശാലിനിക്ക് അറിയാമോ? ഓക്കെ. ആരാണിത് എഴുതിയതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമോ ആൻസിക്ക്? അറിയത്തില്ല. അറിയില്ല. ജിൻസിക്ക് അറിയാമോ? അറിയില്ല. ശാലിനി അറിഞ്ഞോളൂ. ഇത് എഴുതുകയും പാടുകയും ചെയ്ത JV പീറ്റർ എന്ന് പറയുന്ന അനുഗ്രഹീത ദേവദാസനാണ്. എനിക്ക് അദ്ദേഹവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ട്. എൻ്റെ ആദ്യ കാസറ്റായിരുന്നു ആ കാലത്ത്. യേശുവിൻ സന്നിധിയിൽ ഞാൻ പാട്ടെഴുതി തുടങ്ങിയപ്പോൾ യേശുവിൻ സന്നിധിയിൽ എന്ന എൻ്റെ ആദ്യ കാസറ്റ് ഞാൻ തയ്യാറാക്കുമ്പോൾ അതിന് മ്യൂസിക് നൽകിയത്, ഓർക്കസ്ട്രേഷൻ, മ്യൂസിക്കല്ല എൻ്റെ തന്നെ, വരികളും എൻ്റേതാണ്. അതിന് ഓർക്കസ്ട്രേഷൻ തന്നത് JV പീറ്ററാണ്. അന്ന് ആ കാലത്ത് 1981 വലിയ മ്യൂസിക്കൽ സൗണ്ട് സിസ്റ്റമോ അങ്ങനത്തെ സിസ്റ്റങ്ങളൊക്കെ ഒന്നും വലുതായിട്ടില്ല. റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ കുറവാണ്. അപ്പോൾ ഒരു അർദ്ധരാത്രിയിൽ ഒരു ശവക്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു കെട്ടിടത്തിൽ വെച്ചാണ് ഞങ്ങൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നത്തെ പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് ആളുകളെല്ലാം ചുറ്റുമിരിക്കും. പാടുന്നവർ പാട്ട് പാടും. പാട്ട് തെറ്റിപ്പോയാൽ വീണ്ടും ആദ്യം മുതലെല്ലാം പാടണം. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം കമ്പ്യൂട്ടേഴ്സാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പാട്ട് തിരുവല്ലയിൽ വെച്ച് പുളിക്കീഴ് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. അന്ന് ഓർക്കസ്ട്രേഷൻ നൽകിയത് JV പീറ്ററാണ്. പേര് യേശുവിൻ സന്നിധിയിൽ നിന്നാണ് ആ കാസറ്റിൻ്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. പ്രധാനപ്പെട്ട ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ക്രൈസ്തവ ലോകത്തിന് കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർമ്മല പീറ്ററും ഒരു സംഗീതജ്ഞയാണ്, ഗിറ്റാർ വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയെ ഓർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആദ്യത്തെ 2 ലൈൻ ഒന്ന് പാടാമോ? യെസ്, സ്റ്റാർട്ട്. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. താങ്ക് യു. സോ ഷീ ഗെറ്റ് 6 marks. ജിൻസി ഏത് നമ്പറാണ് കിട്ടിയിരിക്കുന്നത്? 5. റെഡി? പ്ലീസ് പ്ലേ നമ്പർ 5.
റൈറ്റ്. ജിൻസി. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലറിയാ സിന്ധു സമാനം സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓക്കെ. റൈറ്റ്. ശാലിനിക്ക് ബാക്കി പാടാം. പാടും. ആയിരം നാവുകളാലതു വർണ്ണിപ്പതീനെഴുതോ, 10,000 എനിക്കാവതില്ലേ അതിനാഴമടന്നിടാൻ എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആൻസിക്കറിയാമോ? പാട്ടറിയാം? അടുത്ത 2 ലൈൻ പാടിക്കട്ടെ, അതിൻ്റെ ബാക്കി. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജിൻസി ഇതാരാ എഴുതാന്നറിയാമോ? എന്തോ? K.E. ചെറിയാൻ. അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ പാട്ട് അദ്ദേഹമല്ല എഴുതിയത്. പാട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്. K.E. ചെറിയാൻ എന്നുള്ള ഭാഗവും തെറ്റാണ്. ഒരു ചെറിയാൻ്റെ കാര്യം ശരിയാണ്. സോ ജിൻസി ഗെറ്റ്സ് 4 മാർക്സ്. ഷാലിനിക്ക് മാർക്കൊന്നുമില്ല, രണ്ടാമത്തെ വരി തെറ്റിച്ചു. ആൻസിക്കും മാർക്കൊന്നുമില്ല, കാരണം ഒരുപാട് കേട്ടിട്ട് ഉള്ളതാണ്. റൈറ്റ്. സോ നിങ്ങൾ എല്ലാവരും ചേർന്ന് അറിയാവുന്ന 2 ലൈൻ ഒന്ന് ചേർന്ന് പാടാൻ നോക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഒരു ബമ്പർ ചോദ്യം തരാം, 5 മാർക്സ്. ഇത് വേറെ ഏതെങ്കിലും ട്യൂണിൽ പാടാൻ കഴിയുമോ? യെസ് ആൻസി. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. Right. 5 marks straight away for Ansi Saji. Right. It's a bonus mark, 5 marks. Right? Shalini ready ആണോ? ഏത് ചോദ്യമാണ്? 4. Yes. Will you please play song number 4 for Shalini?
Yes, Shalini. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതെനിക്കഴിയാത്തൊരവകാശമേ, അതെനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. റൈറ്റ്. ഇതാരാ എഴുതുന്നറിയാമോ? അറിയത്തില്ല. ആൻസിക്കറിയാം ഇതാരാ എഴുതിയെന്ന്? അറിയത്തില്ല. ജിൻസി അറിയത്തില്ലേ? അയ്യോ, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഈ ഒരു കാര്യം. ഈ ഗാനം എഴുതിയത് സഹോദരൻ എം ഇ ചെറിയാനാണ്. മുമ്പേ പറഞ്ഞ കെ ഇ ചെറിയാനല്ല. എം ഇ ചെറിയാൻ മധുരയിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ ഒരു മഹത് വ്യക്തിയാണ്. ഒരുപാട് മനോഹരങ്ങളായ ഗാനങ്ങളാണ് അദ്ദേഹം ക്രൈസ്തവ കേരളത്തിന് കാഴ്ചവെച്ചിരിക്കുന്നത്. അനുഗ്രഹീതനായ ഗാനരചിതനും ഗായകനുമാണ്. അപ്പോൾ അദ്ദേഹം ചെറുപ്പം മുതൽ അക്ഷരാഭ്യാസം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായി വായിച്ച ഒരു പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ ഒരുപാട് വായിക്കും. അങ്ങനെ വായിച്ച് ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പാടുന്നത്. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ മക്കളുടെ ചരിത്രം അദ്ദേഹം വായിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് അവർക്കുണ്ടായ വിടുതലിനെ കുറിച്ചുള്ള ഈ പാട്ട് അദ്ദേഹം എഴുതുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പാടുന്നത്. ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയും ഞാൻ അന്യൻ, എൻ സങ്കടങ്ങളെല്ലാം തീർന്നു. കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടു. ആ പശ്ചാത്തലത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. നമ്മുടെ ആത്മീയ യാത്രയിൽ പലപ്പോഴും നമുക്ക് മിസ്രൈമിൻ്റെ അനുഭവം ഉണ്ടാകും. മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ പലതിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന അവസ്ഥ. അവിടെ അത്യുന്നതനായ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മുടെ സങ്കടങ്ങളെ അവൻ മാറ്റി. പ്രിയപ്പെട്ട ഈ അനുഗ്രഹീത ഗായകനോടൊപ്പം ആ വരികൾ പാടുവാൻ കഴിയും. നമുക്കൊന്ന് ചേർന്ന് പാടാം. പഠിക്കട്ടെ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. Good. Shalini gets 6 marks. That brings us to the close of this round, Christian music round. അവസാനിക്കുകയാണ്. Can you please give me the scorecard, total scorecard for this episode? The first prize goes to Jinsi JV, 38 marks. Second prize goes to Ansi Saji, 22 marks, and Shalini closely behind with 20 marks.
ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരു മാനദണ്ഡമല്ല. ബഥേൽ സ്റ്റേജിൽ എല്ലാ മത്സരാർത്ഥികൾക്കും ലഭിക്കുന്ന മാർക്കുകൾ പരിഗണിച്ച് അവരിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്ന സ്ലാബ് അനുസരിച്ചായിരിക്കും കനാൻ സ്റ്റേജിലേക്ക് പ്രവേശനം. വളരെ നിങ്ങളുടെ സമ്മാനങ്ങൾ ഏറ്റവും അങ്ങനെ കടന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020 തിരുവചന പൊരുളുകൾ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിനോയ് പോൾ, സുധ ബിനോയ് ആൻഡ് ബേസിൽ പോൾ, കുവൈറ്റ്. ബൈബിൾ ക്രൗൺ 2020 ദി ലീനാറീസ ഫാമിലി dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.